എണ്ണവാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രായേലും. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG കേന്ദ്രം ആക്രമിച്ചതോടെ ഇറാൻ എല്ലാ അതിരുകളും ലംഘിക്കുകയാണ് എന്ന് ഖത്തർ പ്രതികരിച്ചു. ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരെ ഖത്തർ പുറത്താക്കി. പാർവതി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പാർവതി, പശ്ചിമേഷ്യയിൽ അശാന്തിയാണ്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ? എൽദോ, പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. യുദ്ധം തുടങ്ങി 20 ദിവസം പിന്നിടുമ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് തുടരുന്നത്. ഖത്തറിൽ ലാസ് ലഫാനിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണമുണ്ടായത്. ഇവിടെ വലിയ നാശനഷ്ടമുണ്ടായി. ഖത്തറിലെ പ്രധാന വാതക ഹബ്ബ് കൂടിയാണ് ഈ കേന്ദ്രം. ഇവിടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇത് ഖത്തറിനെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. ഇറാൻ അതിര് കടക്കുന്നുവെന്നായിരുന്നു ഖത്തറിന്റെ പ്രതികരണം. ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഖത്തർ പുറത്താക്കുകയും ചെയ്തു. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ഒപ്പം തന്നെ സൗദി അറേബ്യ, അബുദാബി എന്നിവിടങ്ങളിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണമുണ്ടായി. എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. അബുദാബിയിൽ ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രം, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലും മിസൈൽ ആക്രമണമുണ്ടായി. ഇവിടെ ആർക്കും പരിക്കില്ല. പക്ഷേ ഇവിടുത്തെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ US ഇസ്രായേൽ ആക്രമണവും നടത്തി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സൗത്ത് പാർസിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഫീൽഡാണ് ഈ സൗത്ത് പാർസ്. ഇത് ഇറാഖിനും ഖത്തറിനും ഇടയിലുള്ള ഓഫ്ഷോറിലാണ് ഈ കേന്ദ്രമുള്ളത്. അവിടെ ഇസ്രായേലും USുമാണ് ആക്രമണം നടത്തിയത്. ഇറാന്റെ ആകെ ഗ്യാസ് ഉൽപ്പാദനത്തിൽ 70% സൗത്ത് പാർസിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒപ്പം ഇന്ത്യൻ നേവി ഒമാൻ തീരത്ത് കൂടുതൽ പടക്കപ്പലുകൾ വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഹോർമുസിലൂടെയുള്ള കപ്പലുകൾ കടന്നുവരുന്നതിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ പടക്കപ്പലുകൾ ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത്. 22 കപ്പലുകളാണ് ഇന്ത്യ വിന്യസിച്ചത്. ഹോർമുസ് കടക്കുന്ന കപ്പലുകളിൽ ഉള്ളത് 2.15 ലക്ഷം മെട്രിക് ടൺ LNG, 3.21 ലക്ഷം ടൺ LPG, 16.76 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ എന്നിവയാണ്. ഒപ്പം 10 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് കഴിഞ്ഞ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്ധന പാചകവാതക ക്ഷാമം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ഈ കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്ക് കടന്നു വരുന്നത് വളരെ നിർണായകം കൂടിയാണ്. ഈ 10 ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖലയിൽ കൂടി കടന്നു വരുന്നുണ്ട്. ഇതിനായി സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ